ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ 2021 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ചിത്രമാണ് മാ ഊരു പൊലിമേറ. ഇതൊരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. ഒരു സാധാരണ സിനിമയാണെങ്കിൽ ഞാൻ ഈ സിനിമ ഇങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റുകൾ അങ്ങേയറ്റാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടൂര ട്വിസ്റ്റുകളാണ്. നമ്മളിപ്പോൾ ഈ കൊറിയൻ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളാണ് ഈ സിനിമ മുഴുവൻ. വിച്ച് ക്രാഫ്റ്റാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ ഒരു ചെറിയ വില്ലേജ്, അവിടെ ഈ വിച്ച് ക്രാഫ്റ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. സോ അവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഫാമിലി എങ്ങനെയാണ് ഇതിലായിട്ട് ഇൻവോൾവ് ആവുന്നതെന്നാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. സോ ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ ഈ ഒരു 2021 പുറത്തിറങ്ങിയ ചിത്രത്തിൽ നമ്മളിങ്ങനെ ആ ഒരു സ്റ്റേജിങ്ങും ആ ഒരു ക്യാരക്ടർ ആരൊക്കെയാണെന്ന് ജസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് ആ ഒരു ട്വിസ്റ്റുകൾ വരിക. സോ അതുവരെ സിനിമ ഇഴപ്പിക്കുന്ന പോലെ തോന്നും. ഇതിലിപ്പോൾ എന്താ വലിയ പുതുമയൊന്നുമില്ലല്ലോ, ഓക്കെ ഇവരിപ്പോൾ ഇവരുടെ ഡെയിലി റൊട്ടീൻ ഡെയിലി ലൈഫ് ഇങ്ങനെ കാണിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്താണ് വമ്പൻ ട്വിസ്റ്റ് വരിക. ട്വിസ്റ്റ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ്. കാരണം ഒരു തരത്തിൽ നമുക്ക് പിടിതരാത്ത രീതിയിലാണ് ആ ട്വിസ്റ്റുകളെ കൊണ്ട് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് റൈറ്റിംഗ് അടിപൊളിയാണ്. ഇതിന് മേക്കിങ്ങിൽ അത്ര വലിയ എനിക്ക് തോന്നിയില്ല, കാരണം അതിന് ബഡ്ജറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ചില നേരത്തൊക്കെ ആദ്യത്തെ സിനിമ ഒരു സീരിയൽ കാണുന്ന പോലെയൊക്കെ തോന്നും. ഒരു സിനിമാറ്റിക് അപ്രോച്ച് ഒന്നും ഇല്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആ ഒരു പ്ലോട്ട് അടിപൊളിയായിട്ടുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കും. പക്ഷേ ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുമ്പോൾ ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് അതിലും വലിയ ട്വിസ്റ്റ് വരുന്നു. ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. സോ അത് ഓൾറെഡി പുറത്തിറങ്ങിയതായതുകൊണ്ട് വമ്പൻ സർപ്രൈസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് സെക്കൻഡ് പാർട്ടിലാണ് ഫസ്റ്റ് പാർട്ടിനെ ആഡ് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചെറിയ കാര്യം വെച്ചിട്ടാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത്. സോ ജസ്റ്റ് അത് ആ ഒരു പോയിന്റ് മാത്രം എങ്ങനെയായിരിക്കും ഫുൾ ലെങ്ത് മൂവിയിൽ ഇവർ കാണിക്കുക. ഫസ്റ്റ് സിനിമ ഒരു 1.5 മണിക്കൂറുള്ളെങ്കിൽ രണ്ടാമത്തെ സിനിമ ഒരു 2 മണിക്കൂറിന് മുകളിലുണ്ട്. സോ വലിച്ചു നീട്ടി ഇഴപ്പയ്ക്കെന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് സിനിമയൊന്നും ഒന്നുമല്ല എന്ന രീതിയിലാണ് സെക്കൻഡ് മൂവി. ഇതിൽ കാണിച്ച കുറേ സാധനങ്ങളുടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള റിവീലിംഗ് സെക്കൻഡ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കാം. സോ ഒരു പ്രോപ്പർ അൺവീലിംഗ് ആണ് ഇതിൽ. കിഡിലിനായിട്ട് ട്വിസ്റ്റുകളുടെയൊക്കെ അങ്ങേ അറ്റം ആണ് സെക്കൻഡ് മൂവി എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് കണ്ടപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റിൽ. പക്ഷേ സ്റ്റിൽ അതിൽ കാണിക്കുന്ന നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ഒരുപാട് സാധനങ്ങളെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള കിഡിലൻ ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. ഞാൻ ട്വിസ്റ്റ് എന്ന് കുറേ പറയാനുണ്ടെങ്കിൽ അത്രയും ട്വിസ്റ്റുണ്ട് സിനിമയിൽ. സെക്കൻഡ് മൂവിയിലൊക്കെ മിനിറ്റിന് ഒരു ട്വിസ്റ്റ് വരും. മതിയറാന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അത്രയും ട്വിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതെങ്ങനെ ഇദ്ദേഹം ഇരുന്ന് എഴുതിയെന്ന് എനിക്കറിയില്ല. അത്ര ഇപ്പോൾ കുറേ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ കൊറിയൻ ചിത്രങ്ങളിൽ നിന്നും ഇന്തോനേഷ്യൻ ചിത്രങ്ങളിൽ നിന്നൊക്കെ കുറേ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബേസ്, നമ്മുടെ ആ ഒരു കൾച്ചർ, നമ്മുടെ ആ ഒരു അവർ നമുക്ക് അധികം കേട്ടുപരിച്ചില്ല. അതിപ്പോൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ടെറൈൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിപ്പോൾ ലിങ്ക് ചെയ്ത് പോകുന്നത് ജസ്റ്റ് ആ ഒരു സ്മോൾ വില്ലേജിനെ ബേസ് ചെയ്ത് മാത്രമല്ല. ഇപ്പോൾ നമ്മുടെ കുറേ സാധനങ്ങൾ അതൊക്കെ പറഞ്ഞ സ്പോയിലറായി പോകും. ഇപ്പം എന്നാലും സ്പോയിലർ ഇല്ലാതെ ഇപ്പോൾ നമുക്ക് കേരളവും തമിഴ്നാടും കർണാടകയും ഇപ്പോൾ തെലുങ്കാന ഇങ്ങനെ എല്ലാ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മാത്രമല്ല ഓൾ ഇന്ത്യ പരന്ന് കിടക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഇതിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ സ്പേസിൽ നിന്ന് തുടങ്ങി ഇതിങ്ങനെ എലാബറേറ്റ് ചെയ്ത് പോവുകയാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട്. സോ അതുകൊണ്ട് തന്നെ വെറുതെ ഇൻജക്ട് ചെയ്ത പോലൊന്നും എനിക്ക് തോന്നിയില്ല. പ്രോപ്പറായിട്ട് എഴുതി ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബാക്ക് സ്റ്റോറീസൊക്കെ പ്രോപ്പറായിട്ട് ഹൈഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോഴാണ് റിവീൽ ചെയ്യുക. അതൊന്നും തന്നെ ഇൻജക്ട് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഗംഭീരമായിട്ട് എഴുതി വെച്ച് ആ ബാക്ക് സ്റ്റോറി ഓൾറെഡി അറിയാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഒരു സെക്കൻഡ് പാർട്ട് എടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് ഇങ്ങനെ എഴുതാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് മുതലേ ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ആൻഡ് ടു ആഡ് ഓൺ എവറിത്തിങ് അല്ലെങ്കിൽ ഇതിൽ എല്ലാത്തിനും കൂടി സ്പൈസ് അപ്പ് ചെയ്യുന്ന മറ്റൊരു തിങ് സെക്കൻഡ് മൂവി കഴിയുമ്പോഴാണ് തേർഡ് മൂവി ഉണ്ടെന്ന് നമുക്കറിയാം. സോ തേർഡ് മൂവി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സെക്കൻഡ് മൂവി ആക്ച്വലി തിയേറ്ററിൽ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്തത്, മറ്റേത് ഡയറക്റ്റ് OTT റിലീസായിരുന്നു. സോ 1 റിസപ്ഷൻ കിട്ടിയത് കാരണം സെക്കൻഡ് മൂവി തിയേറ്ററിൽ റിലീസ് ചെയ്ത് 1 റിസപ്ഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ OTT ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സെക്കൻഡും കാണുന്നത്. സോ തേർഡിൻ്റെ ഫിലിമിങ് തുടങ്ങാൻ പോകുന്നുള്ളൂ, റൈറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മൂവിയിൽ കണ്ടതിൻ്റെ അങ്ങേ അറ്റത്തൊരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ടുവച്ചിട്ടാണ് സെക്കൻഡ് മൂവി അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇനി അടുത്തത് എന്നതിലുപരി നിങ്ങൾ ആ കണ്ടത് വരെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സാറ്റിസ്ഫൈങ് ഫീൽ തരുന്ന ഒരു ട്വിസ്റ്റഡ് ടെയിലാണ്. റീസെൻ്റ്ലി പുറത്തിറങ്ങിയത് ഞാൻ ഭയങ്കരധികം എൻജോയ് ചെയ്ത് കണ്ട ഫുൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഇതിന് ആദ്യ ഭാഗം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സെക്കൻഡ് മൂവി ആഹാ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഡിസ്നി പ്ലസിലില്ല. സോ തപ്പി പോണ്ട, ഇത് രണ്ടിലുമാണ്. ഒന്ന് ഡിസ്നി പ്ലസിലും ഒന്ന് ആഹാ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലും. സോ ഇനി ഇത് തന്നെ കമൻറ്റിൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, 2 അഡൾട്രേറ്റഡ് മൂവിയാണ്. കുറച്ച് വയലൻസും ന്യൂഡിറ്റിയും സെക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്. സോ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ച് കണ്ടുപോക്കുക. പക്ഷേ ഒരു കോൺസെപ്റ്റ് അത് ഗംഭീരമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതും പ്രത്യേകിച്ച് ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ അല്ല, ഒരു ഹൊറർ ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. സോ ഈ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടം. പ്രത്യേകിച്ച് കൊറിയൻ സിനിമകളൊക്കെ കണ്ടിഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഒരു സിനിമ നമ്മളെ മലയാളത്തിലല്ല
ഇന്ത്യയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഗംഭീരമാണ്. സോ ഇറ്റ്സ് ആൻ അണ്ടർറേറ്റഡ് മൂവി. ഐ തിങ്ക് അധികം ആൾക്കാർക്ക് ഇത് അറിയുന്നില്ല. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കാം, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുത്തു നോക്കുക. സിനിമ കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പാർട്ട് 3ക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.